സുഹൃത്തുക്കളെ, ഞാൻ വീക്കാൻ നീറാട്. തേങ്ങയ്ക്ക് നല്ല വിലയാണ് ഇപ്പോൾ. ആ തേങ്ങ വലിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഇതേപോലെ നമ്മൾ കാണുക, നല്ല കരിക്ക് പരുവത്തിലായ സാധനം ഇതേപോലെ വിണ്ട് കീറി മുഖം അതേപോലെയൊക്കെ ആയിട്ട് വീണ് കിടക്കുന്നത്. അത് വല്ലാത്തൊരു സങ്കടമാണ് അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ? ഇതിനൊരു പ്രതിവിധി വേണ്ടേ നമുക്ക്? നമ്മൾ ഉണ്ടാവുന്ന തേങ്ങകളൊക്കെ ഇതുപോലെ വീണ് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രയാസമല്ലേ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള പ്രതിവിധി, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അതിലൊരു കാരണം ജലാംശത്തിലെ മാറ്റങ്ങളാണ്. അതായത് കരിക്കിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇളനീരുണ്ടല്ലോ, അത് ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കരിക്ക് പാകമാകുമ്പോൾ ഉള്ളിലെ വെള്ളം കുറഞ്ഞ് മാംസളമായ ഭാഗം, അതിന്റെ കാമ്പ് രൂപപ്പെടാൻ തുടങ്ങും. ഈ പ്രക്രിയയിൽ കരിക്കിന്റെ പുറന്തോടിന് മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് പുറത്ത് വളരെ ഉയർന്ന താപനിലയോ വരണ്ട കാലാവസ്ഥയോ ആണെങ്കിൽ കരിക്കിന്റെ പുറന്തോടിൽ നിന്ന് വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇത് പുറന്തോടിനെ കൂടുതൽ വരണ്ടതാക്കുകയും ഉള്ളിലെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പൊട്ടി ഇതേപോലെ വിള്ളൽ വരാൻ കാരണമാവുകയും ചെയ്യും. പിന്നുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ പോഷകങ്ങളുടെ അപര്യാപ്തതയാണ്. തെങ്ങിന് ആവശ്യമായ ചില സൂക്ഷ്മ മൂലകങ്ങളുടെ ബോറോണ്, പൊട്ടാഷ്, കാൽസ്യം ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളുടെ അപര്യാപ്തത ഉണ്ടെങ്കിലും ഇതിന്റെ ഘടനാപരമായ ബലത്തെ ബാധിക്കും. ബോറോൺ എന്നൊക്കെ പറഞ്ഞാൽ സസ്യകോശ ഭിത്തികളുടെ രൂപീകരണത്തിന് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ കുറവ് കരിക്കിന്റെ തോടിനെ ദുർബലമാക്കുകയും പൊട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെയുള്ള ഒരു പ്രശ്നം അണുബാധകളാണ്. ചിലപ്പോൾ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ അണുബാധ ഇങ്ങനെ കരിക്കിന്റെ പുറന്തോടിന് ബലഹീനത വരുത്താം. ഈ സൂക്ഷ്മാണുക്കൾ കരിക്കിന്റെ കോശങ്ങളെ നശിപ്പിക്കുകയും തോടിനെ ദുർബലപ്പെടുത്തുകയും പൊട്ടാൻ ഇടയാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കരിക്കിന് ചെറിയ ക്ഷതങ്ങൾ ഉണ്ടെങ്കിൽ അണുബാധ എളുപ്പത്തിൽ സംഭവിക്കാം. പിന്നെ അമിതമായ വിളവ്. ചില തെങ്ങിൽ അമിതമായ കരിക്കുകൾ ഉണ്ടാകുമ്പോൾ ഓരോ കരിക്കിനും ആവശ്യമായ പോഷകങ്ങളും വെള്ളവും ലഭിക്കാതെ വരാം. ഇത് കരിക്കുകളുടെ സ്വാഭാവിക വളർച്ചയെ ബാധിക്കുകയും അവ ദുർബലമാവുകയും ചെയ്യാം. പിന്നുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ തെങ്ങിന്റെ ഒരു പൊതുവായ ആരോഗ്യം മോശമാണെങ്കിൽ, ഉദാഹരണത്തിന് വല്ല രോഗബാധ, കീടബാധ, വേണ്ടത്ര നനവ് ലഭിക്കാതിരിക്കുക, അതിനാവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ലഭിക്കാതിരിക്കുക, അതിന് വേണ്ട വളങ്ങൾ ലഭിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും അതിന്റെ ഗുണനിലവാരത്തെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ ശാസ്ത്രീയമായി തന്നെ തെങ്ങ് തടം തുറക്കേണ്ട സമയങ്ങളിൽ തടം തുറക്കുകയും അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതിന് കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി നൽകുക. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.